പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ചർച്ചകൾക്കൊടുവിൽ തിരുവനന്തപുരം മേയർ സ്ഥാനത്തിൽ തീരുമാനം. വി രാജേഷ് തന്നെ തിരുവനന്തപുരം മേയറാകും. ബി നേതൃത്വം ശ്രീലേഖയെ നേരിട്ട് കണ്ട കാര്യങ്ങൾ ധരിപ്പിക്കുകയായിരുന്നു. ശ്രീലേഖയുടെ വീട്ടിൽ വച്ചാണ് ചർച്ചകൾ നടന്നത്. ശ്രീലേഖ ഡെപ്യൂട്ടി മേയറും ആകില്ല എന്നതാണ് വിവരം. വിവരങ്ങളുമായി ഡി ബിനോയാണ് ചേരുന്നത്. ഡി ബിനോയ്, എന്തായാലും രാഷ്ട്രീയ കേരളം തലസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ മേയർ ആര് എന്നൊരു കാര്യത്തിൽ ഏറെ ആകാംക്ഷയിലായിരുന്നു. ഏറെ ചർച്ചകളും നടത്തിയിരുന്നു. ഇതിൽ വി രാജേഷിന്റെയും ശ്രീലേഖയുടെയും പേരും ഒരേപോലെ ഉയരുന്നുണ്ടായിരുന്നു. എന്തായാലും BJP നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം അല്ലെങ്കിൽ അവരുടെ തീരുമാനം വി രാജേഷ് തന്നെയാണ് ഇനി തിരുവനന്തപുരം മേയർ ആവുക. അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ എന്ന പദവിയും അല്ലെങ്കിൽ ആ ഒരു സ്ഥാനവും ശ്രീലേഖയ്ക്ക് നൽകില്ല എന്നുകൂടി BJP വ്യക്തമാക്കിയിരിക്കുന്നു. എങ്ങനെയാണ് ബിനോയ് വിവരങ്ങൾ? തലസ്ഥാനത്തെ മേയർ എന്ന പദവിയിലേക്ക് വി രാജേഷ് എത്തുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം RSSന്റെ ഒരു താല്പര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് വി രാജേഷിന് ഈ പദവി ലഭിക്കുന്നത്. മാത്രവുമല്ല, മുതിർന്ന മറ്റു നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും വി രാജേഷിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ രംഗത്തെ പരിചയസമ്പത്തും അതിലുപരിയായി BJPയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. നേരത്തെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർ കൂടിയായിരുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് വി രാജേഷിന്റെ പേര് പരിഗണിച്ചിരുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് ആദ്യം ശ്രീലേഖയുടെ പേര് കേട്ടിരുന്നു. കാരണം റിട്ടയർഡായ പോലീസ് ഉദ്യോഗസ്ഥ, അതിലുപരി DGP നിലകളിലൊക്കെ തന്നെ തലസ്ഥാനത്ത് നിന്നും വലിയ തരത്തിലുള്ള വോട്ടുകൾ ലഭിക്കും എന്നറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ശ്രീലേഖയെ മുൻനിർത്തിയായിരുന്നു ശാസ്ത്രമംഗലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും തിരുവനന്തപുരം നഗരത്തിലുമൊക്കെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. വലിയ തരത്തിലുള്ള ജാഥകൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചപ്പോഴും പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീലേഖയെ കൂടി മുൻനിർത്തി അവർ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. അതിൽ നിന്നും ഒക്കെ തന്നെ 2 പേരുകളും സജീവമായി പരിഗണിക്കപ്പെടുന്നു എന്നുള്ള വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്നെങ്കിൽ തന്നെ RSSന്റെ താല്പര്യം കൂടി പരിഗണിച്ചുകൊണ്ട് വി രാജേഷിലേക്ക് മേയർ സ്ഥാനം എത്തി എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാന ഘട്ടത്തിൽ എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിനിടയിൽ മേയർ സ്ഥാനത്തോട് താല്പര്യം പ്രകടിപ്പിക്കുകയും മേയർ സ്ഥാനം ആവശ്യപ്പെടുകയും ചെയ്തിരുന്ന ശ്രീലേഖയെ BJP നേതാക്കന്മാർ നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി എന്നുള്ള വിവരങ്ങളാണ് മറ്റൊരു സ്ഥലത്തു നിന്നും പുറത്തു വരുന്നത്. അതായത് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയ കരമന ജയൻ, ഒപ്പം തന്നെ പാർട്ടി നേതാവ് അഡ്വക്കേറ്റ് സുരേഷ് എന്നിവർ ചേർന്ന് ആർട്ടിലേക്ക് വീട്ടിലെത്തി കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ചു. അത്തരത്തിൽ പ്രശ്നങ്ങൾ മറ്റു ചർച്ചകളൊക്കെ നടത്തിയതിനു ശേഷം വിയോജിപ്പുകൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനൊരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. അതേസമയം ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഏറ്റെടുക്കില്ല എന്ന ശ്രീലേഖ നേരത്തെ എന്നെ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്ക് ഡെപ്യൂട്ടി മേയർ സ്ഥാനം നൽകാനുള്ള സാധ്യതയും ഏറിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. പക്ഷേ പാർട്ടിയുമായി ബന്ധപ്പെട്ട അടുത്ത കേന്ദ്രങ്ങൾ വി രാജേഷാണ് മേയർ തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. കാരണം കഴിഞ്ഞ സമയങ്ങളിലൊക്കെ തന്നെ പാർട്ടി നടത്തിയിട്ടുള്ള BJP തിരുവനന്തപുരം കോർപ്പറേഷൻ നടത്തിയിട്ടുള്ള വലിയ തരത്തിലുള്ള സമരങ്ങളുണ്ട്. ആ സമരങ്ങൾക്കൊക്കെ അവർ നേതൃത്വം നൽകിയ MR ഗോപൻ, ഒപ്പം തന്നെ ആശാനാഥ് തുടങ്ങിയ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും കുറച്ചുകൂടി മുന്നോട്ട് നോക്കി പാർട്ടിയിലെ ഒരു സ്വീകാര്യൻ, അതിനപ്പുറത്തേക്ക് പാർട്ടിയിലെ സെക്രട്ടറി എന്ന നിലയ്ക്കൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടും പാർട്ടി നേതൃത്വത്തിന് താല്പര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് വി രാജേഷിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ പുറത്തേക്ക് വരും. ഇനി കുറച്ച് സമയങ്ങൾ മാത്രമാണ് മേയർ സ്ഥാനത്ത് പ്രഖ്യാപിക്കാനുള്ളത്. കാരണം നാളെ ഇതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കുന്ന ഒരു സാഹചര്യം. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് തന്നെ മേയറുടെ പ്രഖ്യാപനം ഉണ്ടാകും. എന്തായാലും മുതിർന്ന BJP നേതാവ് വി മുരളീധരൻ പറഞ്ഞത് എന്തായാലും നാളത്തെ മത്സരത്തിന് തീർച്ചയായിട്ടും മേയർ സ്ഥാനാർത്ഥി ഉണ്ടാവും, അതിൽ ആശങ്ക വേണ്ട. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് BJP അധ്യക്ഷനാണ്. അദ്ദേഹം അല്പസമയത്തിനുള്ള ഈ കാര്യങ്ങൾ തീരുമാനിച്ച് അറിയിക്കും എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വന്നത്. പൊതുവെ എല്ലാവരുടെയും ഒരു താല്പര്യം അനുസരിച്ച് വി രാജേഷിനാണ് മുതിർന്ന നേതാക്കന്മാരുടെ ഒക്കെ പിന്തുണയുള്ളത്. കാരണം പരിചയ സമ്പത്ത് അനിവാര്യമാണ്. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന പ്രതിപക്ഷ കക്ഷികൾ കോൺഗ്രസ് ആയാലും CPM അവർ ശക്തരാണ്. ഒപ്പം ഈ 50 സീറ്റുമായാണ് നഗരസഭയിൽ ഭരണത്തിലെത്തുന്നത്. ഒരു സീറ്റ് കൂടി എത്തിയാൽ മാത്രമേ 51 എന്നുള്ളൊരു മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കുവാൻ ഭരണപരമായ പ്രാവീണ്യമുള്ള ഒരാൾ അല്ലെങ്കിൽ പരിചയമുള്ള ഒരാൾ എന്ന നിലയ്ക്കൊക്കെ ഒരു നേതാവിനെ വേണം എന്നുള്ളതായിരുന്നു BJPയുടെ ഉള്ളിലെ ചർച്ച. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വി രാജേഷിലേക്ക് ഇപ്പോൾ ചർച്ചകൾ എത്തി നിൽക്കുന്നത്. എന്തായാലും ഔദ്യോഗിക പ്രഖ്യാപനം ഇത് തന്നെ ഉണ്ടാകും എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്.
ബിനോയ്, എന്തായാലും വി രാജേഷ് തിരുവനന്തപുരം മേയർ സ്ഥാനാർത്ഥിയാക്കാൻ BJP തീരുമാനിച്ചിരിക്കുന്നു എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും 4 പതിറ്റാണ്ടുകളായി തുടരുന്ന ഇടതുകോട്ട തകർത്താണ് 50 സീറ്റുകളുമായി BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത്. സീറ്റ് ഇരട്ടിയാക്കി UDF വൻ മുന്നേറ്റമുണ്ടാക്കിയിരുന്നു. ത്രികോണപ്പോരിൽ തിരുവനന്തപുരം BJPക്കൊപ്പം എന്ന് തെളിയിക്കുകയായിരുന്നു. എന്തായാലും സംസ്ഥാന ചരിത്രത്തിലാദ്യമായി BJPക്ക് ഒരു കോർപ്പറേഷൻ ഭരണം ലഭിക്കുകയാണ്. ആ ഒരു ഭരണം അവർ എങ്ങനെ നിലനിർത്തും? പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയിൽ ഒരു ഭരണം ലഭിക്കുക എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചോളം ഉറ്റുനോക്കുന്ന ഒരിടം കൂടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയാൻ. എന്തായാലും ഏറെ പരിചയസമ്പന്നമുള്ള ഒരു വ്യക്തിയെ തന്നെ അവിടെ BJP ഇപ്പോൾ നിയമിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ശ്രീലേഖയേക്കാൾ വി രാജേഷിനാണ് രാഷ്ട്രീയ പരിചയം. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ പരിചയം അല്ലെങ്കിൽ മുതിർന്ന രാഷ്ട്രീയ BJP നേതാക്കൾക്കിടയിലും വി രാജേഷിന് തന്നെയാണ് മുൻതൂക്കം ഉള്ളത്, മേയറാകാൻ മുൻതൂക്കമുള്ളത് എന്നതാണ് BJP നേതൃത്വവും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഡെപ്യൂട്ടി മേയർ സ്ഥാനവും ശ്രീലേഖയ്ക്ക് ലഭിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും BJPയുടെ ഒരു പ്രഖ്യാപനം ഇനി എന്തായാലും അധികം താമസിക്കാതെ തന്നെ BJPയുടെ ഒരു പ്രഖ്യാപനം ഉണ്ടാവും. ഏറെ ചർച്ചകൾക്കൊടുവിൽ തിരുവനന്തപുരം മേയർ സ്ഥാനത്തിൽ തീരുമാനമായിരിക്കുന്നു. വി രാജേഷ് തന്നെ തിരുവനന്തപുരം മേയറാകും. തലസ്ഥാന പൊക്കത്ത് ഇനി BJP ഭരിക്കാൻ പോകുന്നത് വി രാജേഷാണ്. BJP നേതൃത്വം ശ്രീലേഖയെ കണ്ട നേരിട്ട കാര്യങ്ങൾ ധരിപ്പിക്കുകയായിരുന്നു. ശ്രീലേഖയുടെ വീട്ടിൽ വെച്ചാണ് ചർച്ചകളും നടന്നത്. ശ്രീലേഖ ഡെപ്യൂട്ടി മേയറും ആകില്ല എന്നതാണ് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ പങ്കുവച്ചത് D. ബിനോയാണ്.